നമ്മൾ കേരളത്തിലെ ക്യാൻസറിൻ്റെ വളർച്ചയെക്കുറിച്ച് ഉള്ളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളിലുള്ള ക്യാൻസറുകളെക്കുറിച്ച്. അതിൽ തന്നെ പ്രധാനമായിട്ടും സ്തനാർബുദത്തെക്കുറിച്ച്. ലോകം മുഴുവൻ സ്തനാർബുദത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണത്തിനായി ലോകാരോഗ്യ സംഘടന ഒരു മാസം മാറ്റിവെച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 മുതൽ 31 വരെ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും, സ്ത്രീകളും പുരുഷന്മാരും അടക്കം, ഇതേക്കുറിച്ച്, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു മാസമായി മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഈ കാര്യത്തിലുള്ള ഒരു പഠനം പറയുന്നത്. കേരളത്തിലെ സ്ത്രീകളിലെ ക്യാൻസറുകളിൽ 1/3 അല്ലെങ്കിൽ 35% ക്യാൻസറും സ്തനാർബുദമാണ്. കേരളത്തിലെ 1/3 സ്ത്രീകൾക്ക് സ്തനാർബുദത്തിൻ്റെ സാധ്യതയുണ്ട് എന്നാണ്. കേരളത്തിൽ 8 സ്ത്രീക്കാണ് അങ്ങനെ പൊതുവെ പറയാറ്. അതേസമയം അത് കേരളത്തിലെത്തിയാൽ അത് 1/3 സ്ത്രീകൾക്കായി വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്, ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, കൊഴുപ്പടിഞ്ഞു കൂടുന്നത്, വ്യായാമമില്ലാത്തത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ ഭക്ഷണ രീതികളും വസ്ത്രധാരണ രീതികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്ട്രെസ്സുകൾ, സംഘർഷങ്ങൾ, ഇങ്ങനെയൊക്കെ പല 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 കാരണങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇതേക്കുറിച്ച് സ്ത്രീകളെ എന്ന് മാത്രമല്ല ആളുകളെ മൊത്തത്തിൽ, കാരണം പൊതുവേ ഒരു ധാരണ ഉണ്ട് സ്തനാർബുദം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്കുള്ളൊരു വിഷയമാണ്, പുരുഷന്മാർക്കത് ബാധകമല്ല എന്ന്. ഒരിക്കലുമല്ല. സ്ത്രീകൾക്ക് ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്തനാർബുദത്തിൻ്റെ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷത്തെ RCCയുടെ, അത് തിരുവനന്തപുരം RCCയുടെ ആയാലും മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ആയാലും കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പുരുഷന്മാരുടെ സ്തനാർബുദം ഇരട്ടിയായി 100% വർദ്ധിച്ചു എന്നാണ്. അതായത് 100 ക്യാൻസർ 100 സ്തനാർബുദം ഉണ്ടെങ്കിൽ അതിൽ 2% പുരുഷന്മാരുടേതാണ്. ഇത് അവരുടെ ജീവിത രീതികളും ഭക്ഷണ രീതികളും ഇങ്ങനെയൊക്കെ ആയിട്ട് കണക്റ്റഡായി കിടക്കുകയാണ്. അപ്പം ഇതേക്കുറിച്ചുള്ളൊരു അവബോധം എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, അതിനേക്കാൾ ഉപരി ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക. ഇപ്പോൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, മറ്റെല്ലാ ക്യാൻസറുകളെ പോലെ തന്നെ സ്തനാർബുദത്തിൻ്റെ കാര്യത്തിലും അവസാന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇത് കണ്ടുപിടിക്കുന്നത്. പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പറയും, 1ാം സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ 100% മരുന്നുകൊണ്ട് മാറ്റാം, 2% 2ാം ഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു 50% ചാൻസാണ്. 3ാം ഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ വളരെ പ്രശ്നമാണ്. 4ാം ഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ അവസാനം ഒരു പാലിയേറ്റീവിൻ്റെ അല്ലെങ്കിൽ അവസാനം ഒരു മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയും. ഇതിൽ ഇന്ന് കേരളത്തിൽ സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിൽ 90% ഡോക്ടർമാർ പറയുന്നത് 3ാമത്തെയോ 4ാമത്തെയോ സ്റ്റേജിലാണ് എന്നാണ്. ഒന്നുകിൽ മരണത്തോടടുത്ത് അല്ലെങ്കിൽ മാറിടം മുറിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം. ഇതിനുള്ളൊരു പരിഹാരം സ്തനാർബുദത്തെക്കുറിച്ചുള്ള അവബോധവും ഇതിൻ്റെ പരിഹാരമായി ചെയ്യേണ്ട സ്വയം സ്തന പരിശോധന, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്കൊരു അവബോധം കൊടുക്കുക, ആളുകൾക്കൊരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, 100% സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും അതുപോലെയുള്ള മറ്റു പല ഗ്രാമ കൂട്ടായ്മകളിലായാലും, അത് കേരളത്തിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിലായാലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തേക്കുള്ള പല ക്ലാസ്സുകളിലും എൻ്റെ ഒരു അനുഭവം, 100ൽ 100 സ്ത്രീകളും അല്ലെങ്കിൽ 100% സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് കേവലം ഒരു 5%, പരമാവധി 10% താഴെ മാത്രമാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ ഏറ്റവും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആളുകൾക്ക് ഈ ഒരു അവബോധം ഒരു മാസത്തിലേക്ക്, ഒരു ഒക്ടോബർ മാസത്തിലേക്ക് മാത്രം ഒതുക്കാതെ വർഷം മുഴുവൻ സന്നദ്ധ സംഘടനകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, മഹല്ല് കൂട്ടായ്മകൾ, അമ്പല ഇടവക കൂട്ടായ്മകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ആളുകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുൻകൈയെടുത്ത് അവർക്ക് ഈ സ്വയം സ്തന പരിശോധന പഠിപ്പിച്ചു കൊടുക്കുകയും ഓരോ മാസവും
അവരെ സ്വന്തം മാറിടത്തെ അറിയാനും അതിന്റെ മാറ്റങ്ങൾ അറിയാനും അതിന്റെ പ്രശ്നങ്ങൾ അറിയാനുമുള്ളൊരു കാര്യം ഒരു അരമണിക്കൂർ സമയം കൊണ്ട് അവരെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തുന്ന ഒരു കാര്യം ഒഴിവാക്കി അവരേക്ക് കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിന്റെ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പറ്റും എന്നൊരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഇതിന് വേണ്ടത് അവബോധം സൃഷ്ടിക്കലാണ്, ബോധവൽക്കരണം മാത്രമാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. സ്ത്രീകൾ അത് പഠിക്കാൻ തയ്യാറാവണം. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയമായി കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ലജ്ജയാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളോട്, ഈവൻ ഭർത്താവിനോട് പോലും അമ്മയോട് പോലും ഇത് തുറന്നു പറയാനുള്ള സ്ത്രീകളുടെ ലജ്ജ ഇക്കാര്യത്തിൽ വലിയൊരു ഘടകമായി പലപ്പോഴും കാണാറുണ്ട്. അതൊരിക്കലും ശരിയല്ല, അതിൽ മാറ്റം വരണം. ഈ ഒരു അവബോധം ഉണ്ടാകുന്നതോടൊപ്പം എല്ലാ മാസവും അത് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തോന്നിയാൽ, ഒരു സംശയം തോന്നിയാൽ അതൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ഡോക്ടറെ കണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും, അഥവാ ഒരു ഡോക്ടർക്ക് പോലും അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം കണ്ടാൽ ഒരു മാമോഗ്രാം ചെയ്ത് അതിന്റെ ഒരു പരിശോധന അല്ലെങ്കിൽ അതിന്റെ രോഗ സാധ്യത ഉറപ്പുവരുത്തി അതിന് പരിഹാരം കാണലും വളരെ ആവശ്യമാണ്. കാരണം ഒരു മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 2 മില്ലിമീറ്റർ വലുപ്പത്തിലുള്ള ചെറിയ സിസ്റ്റുകൾ പോലും കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 കൊല്ലത്തിനപ്പുറം മാറിടം മുറിച്ചു കളയേണ്ട, ഒരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരാളെ, ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ അതിൽ നിന്ന് മാറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അത്തരം പരിശോധനകൾ പറ്റും. ഓരോ മാസവും നമ്മൾ ഈ സ്വയം സ്തന പരിശോധന നടത്തുകയും ഒരു 1, 2, 3 വർഷം, ഓരോരുത്തരുടെ പ്രായമനുസരിച്ച് 1, 2, 3 വർഷം കൂടുമ്പോൾ മാമോഗ്രാം ചെയ്യുകയും ഒപ്പം ഈ ഒരു അവബോധം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ഇനി വരുന്ന ഒരു തലമുറയ്ക്കെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും ഇക്കാര്യത്തിൽ ഒരുപാട് ഒരു സംരക്ഷണം കൊടുക്കാൻ, അവർക്ക് ആരോഗ്യം കൊടുക്കാൻ നമുക്ക് പറ്റും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം.